ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം, ഈ 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗുണദോഷ മിശ്രിതമായിട്ട് കാണുന്നു. ഇതിലെടുത്തു പറയേണ്ടത്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ്. എന്നാൽ അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി കാണുന്നുണ്ട്. ഇതിൽ സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണും. സ്ത്രീകൾ നിങ്ങൾക്കെതിരെ പട നയിക്കാനുള്ള സാധ്യത. ഇപ്പോൾ സ്ത്രീകളാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരെങ്കിൽ മറ്റു സ്ത്രീകൾ നിങ്ങൾക്കെതിരെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. പുരുഷന്മാരാണെങ്കിൽ അറിയാമല്ലോ, വീട്ടിൽ തന്നെ സ്ത്രീകളുണ്ടാവും ഓരോ തന്നെ. അപ്പോൾ എപ്പോഴും സ്ത്രീകൾ മൂലം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. ലക്ഷ്യബോധത്തോടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിലും വിജയത്തിലെത്താൻ വേണ്ടി നന്നായിട്ട് പ്രയാസപ്പെടേണ്ട അവസരങ്ങൾ വന്നെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ധനനഷ്ടം, മാനഹാനി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. കോടതി വ്യവഹാരമായിക്കോട്ടെ, മറ്റു രീതിയിലുള്ള തർക്ക വിഷയത്തിലൊക്കെ വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമാണ് ഈ മാസങ്ങളിലൊക്കെ. ദൈവാനുഗ്രഹം കൂടുതലായിട്ടുണ്ട്. ക്ഷേത്ര ദർശനമൊക്കെ നന്നായിട്ട് ധാരാളം നടത്തേണ്ട ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. സ്വന്തം കുടുംബത്തിൽ നിങ്ങൾ എടുത്തു പറയേണ്ടത് 2, 5, 9, 14, 16, 19, 26, 28 എന്നീ തീയതികൾ ശുഭകരമായിട്ടാണ് കാണുന്നത്. ഈ തീയതികളിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ, ചില പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുക, പുതിയ വിദ്യകൾ പഠിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. നിങ്ങളെല്ലാ ശുഭകാര്യങ്ങളും ഈ തീയതികൾ തിരഞ്ഞെടുത്താൽ അതൊക്കെ നല്ല രീതിയിൽ വിജയിച്ച് മുന്നേറാൻ സാധിക്കും. നിങ്ങൾക്കൊരു അഭിനയ സ്വഭാവം കൂടുതലായിട്ട് കാണുന്നൊരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും നിങ്ങൾക്കുണ്ടാവും. നിങ്ങളൊക്കെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ ഉയർന്നു വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ പുരുഷന്മാർക്ക്, പൂരുരുട്ടാതി നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് ഭാര്യയുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളുടെ നീരസമായ പെരുമാറ്റം നിങ്ങൾക്ക് മനോവിഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അവർ മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ സന്താനങ്ങൾ മൂലം മാനസിക സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ധാരാളം ഗുണാനുഭവങ്ങൾ സന്താനങ്ങൾ മുഖാന്തരം വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും. ഇതിൽ നിങ്ങളുടെ ഗുണാനുഭവങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ദേവീക്ഷേത്രങ്ങളിൽ, വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് വെളുത്ത പായസം നിവേദിക്കുക, വെളുത്ത മാല, പൂക്കൾ കൊണ്ടുള്ള മാല, വെളുത്ത പൂക്കൾ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പട്ട് അല്ലെങ്കിൽ ഉടയാട സമർപ്പിക്കാം, പാലാഭിഷേകം നടത്താം തുടങ്ങിയൊക്കെ ചെയ്യുന്ന ഗുണകരമായിട്ട് വരും. നിങ്ങൾ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന വെള്ളിയാഴ്ചകൾ നിങ്ങളുടെ പേരിൽ കഴിക്കുന്നത് ഗുണകരമാണ്. അപ്പം ദേവിക്ക് സിന്ദൂരം സമർപ്പിക്കുക, സിന്ദൂരാർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.